നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജന. പട്ടം എസ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഗൈനക് ഓങ്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരാൾക്ക് ക്യാൻസർ എന്ന രോഗം വരാമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ ഒരു 70 മുതൽ 80% ആൾക്കാർക്കും വളരെ ലേറ്റ് ആയ സ്റ്റേജിലാണ് ക്യാൻസർ സിംറ്റംസ് ആയിട്ട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു എന്നും, അതായത് ക്യാൻസർ ഉണ്ടാകാനുള്ള ചില റിസ്ക് ഫാക്ടേഴ്സും സ്ത്രീകളിൽ വരുന്ന ചില ക്യാൻസേഴ്സ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നും നമുക്ക് ഇവിടെ നോക്കാം. ആദ്യമായി നമുക്ക് ക്യാൻസർ വരാനുള്ള സാധാരണമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെറും ഒരു 5 മുതൽ 10% ക്യാൻസേഴ്സ് മാത്രമേ നമുക്ക് പാരമ്പര്യ രോഗമായിട്ട്, അതായത് ഒരു ജനറ്റിക് ഡിഫക്റ്റ് കാരണമുള്ള അസുഖമായിട്ട് വരാറുള്ളൂ. ബാക്കി പലതും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണവും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെന്റ് കാരണവും ഒക്കെയാണ് വരാറ്. അതിൽ മേജർ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത് ഒന്ന് സ്മോക്കിംഗ്, നമ്മുടെ വയറിന്റെയും ആമാശയത്തിന്റെയും അങ്ങനെ പല പല ക്യാൻസേഴ്സും നമുക്ക് ശ്വാസകോശത്തിന്റെയും ഒക്കെ പല ക്യാൻസേഴ്സും നമ്മുടെ സ്മോക്കിംഗ് പുകവലി കാരണം ഉണ്ടാകാറുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ചവയ്ക്കുക, അത് പാൻ ചവയ്ക്കുക അല്ലെങ്കിൽ അടയ്ക്ക ചവയ്ക്കുക, അതൊക്കെ നമുക്ക് വായിലെ ക്യാൻസേഴ്സും ആമാശയത്തിലെ ക്യാൻസറും എല്ലാം കാരണമാകുന്നു. പിന്നെ ഉള്ളതാണ് നമുക്ക് ആൽക്കഹോളിസം, അതായത് കുടി, നമുക്ക് ലിവർ ക്യാൻസർ, നമ്മുടെ സ്റ്റൊമക് ക്യാൻസേഴ്സ്, അങ്ങനെ പലതരം ക്യാൻസേഴ്സും ആൽക്കഹോളിസം മൂലം വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ അമിതമായ കൊഴുപ്പിന്റെയും മറ്റുമുള്ള ഉപയോഗം, നമ്മുടെ ശരീരത്തിലെ അമിതവണ്ണം. അപ്പം എക്സസൈസ് ഇല്ലായ്മ, അമിതമായ കൊഴുപ്പിന്റെ ഉപയോഗം, ഇവയെല്ലാം മൂലം അമിതവണ്ണം ഉണ്ടാവുകയും ആ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് പലതരം ക്യാൻസേഴ്സ്, യൂട്രൈൻ ക്യാൻസർ, കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ പലതരം ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകും നല്ലൊരു ശതമാനം ക്യാൻസർ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുന്ന മൂലം, ആൽക്കഹോളിസം അവോയ്ഡ് ചെയ്യുന്ന മൂലം, ശരിയായ എക്സസൈസ് മൂലം, ശരിയായ ആഹാര ശൈലി മൂലം നമുക്ക് പലതരം ക്യാൻസേഴ്സും വരാതിരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് സ്ത്രീകളിൽ കാണുന്ന ചില കോമൺ ക്യാൻസേഴ്സും അവ എന്തുകൊണ്ടുണ്ടാകും എന്നുള്ളതും എങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ സർവൈക്കൽ ക്യാൻസർ. നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളിൽ കാണുന്ന സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ് സർവൈക്കൽ ക്യാൻസർ. നമ്മൾ ലോകത്തിലെ സ്ത്രീകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഒരു സർവൈക്കൽ ക്യാൻസറും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സർവൈക്കൽ ക്യാൻസർ വരുന്നത്? നമുക്ക് സർവൈക്കൽ ക്യാൻസർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലമാണ്. HPV എന്ന് പറയുന്ന വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം. അപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും HPV വൈറസിന്റെ ഇൻഫെക്ഷൻ വരാവുന്നതാണ്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണമെന്നില്ല. നമുക്ക് ഭർത്താവിന്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീക്കും ആ ഒരു ഇൻഫെക്ഷൻ വരാവുന്നതാണ്. മിക്കവാറും എല്ലാവർക്കും പക്ഷെ നമ്മുടെ ആ ഹെൽത്തിൽ നിന്നും നമ്മുടെ ഇമ്മ്യൂണിറ്റി വഴി ആ ഒരു ഇൻഫെക്ഷൻ ക്ലിയർ ചെയ്തു പോകും. പക്ഷെ ഒരു 3 മുതൽ 5% ആൾക്കാർക്ക് അത് ഭാവിയിൽ സർവൈക്കൽ ക്യാൻസറിലോട്ട് നയിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സർവൈക്കൽ ക്യാൻസർ വരുന്ന റിസ്കുകൾ കൂട്ടുന്നത്? അതൊന്നാണ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒന്നിലധികം ആൾക്കാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, നേരത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, നേരത്തെ കല്യാണം കഴിക്കുക, സ്മോക്ക് ചെയ്യുക, ഇതെല്ലാം അതിന്റെ റിസ്ക് കൂട്ടുന്നു. എന്നിരുന്നാലും എല്ലാ സ്ത്രീകളും, ഈ ഒരു സർവീസ് ഉള്ള എല്ലാവർക്കും ഈ ഒരു ക്യാൻസർ വരാവുന്നതാണ്. അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നതാണ് അടുത്തത്. അതിൽ ഒന്നാണ് നമുക്ക് HPVക്ക് എതിരായിട്ടുള്ള വാക്സിൻ അവൈലബിൾ ആണ്. നമുക്ക് 9 മുതൽ 14 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2 ഡോസും 14 വയസ്സ് കഴിഞ്ഞവർക്ക് 3 ഡോസുമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടുതലും 26 വയസ്സ് വരെയാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ HPV വാക്സിൻ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതാണ് നമുക്ക് സ്ക്രീനിങ്. പലരും കേട്ടിട്ടുണ്ടാവും വാക്സിനിയർ സ്ക്രീനിങ്, HPV വൈറസ് സ്ക്രീനിങ്, അങ്ങനെ നമുക്ക് പലതരം സ്ക്രീനിങ്ങും ലഭ്യമാണ്. ഈ ഒരു ക്യാൻസർ സ്റ്റേജിന് മുന്നോടിയായിട്ടുള്ള പ്രീ ക്യാൻസർ സ്റ്റേജിനെ പിക്ക് ചെയ്യാനാണ് നമ്മൾ കൂടുതലും ഈ ഒരു സ്ക്രീനിങ് ചെയ്യുന്നത്. ഈ സ്ക്രീനിങ് വഴി നമുക്ക് പ്രീ ക്യാൻസർ സ്റ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതോടെ നമുക്ക് ക്യാൻസർ രോഗത്തിലോട്ട് പോകാതിരിക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഉള്ളതാണ് സേഫ് സെക്ഷൽ പ്രാക്ടീസസ്. നമുക്ക് ഒരാളുമായിട്ട് മാത്രം ബന്ധത്തിൽ ഏർപ്പെടുക, കോണ്ടാക്ട് മുതലായവ ഉപയോഗിക്കുക, ഇതെല്ലാം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ 3 ഇതിലൂടെ നമുക്ക് സർവൈക്കൽ ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്ത്രീകളിൽ വളരെ അധികം നമ്പറിൽ കാണുന്ന ഒരു ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ.
അപ്പം ഒരു സ്ത്രീ ആയാൽ തന്നെയും ബ്രസ്റ്റ് ക്യാൻസർ നല്ലൊരു റിസ്ക് ആണ് വരുന്നത്. 8 ൽ 1 സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. പിന്നെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നാണ് ഏജ് കൂടുന്നത്. നമുക്ക് തടയാൻ പറ്റുന്നതല്ല. പക്ഷേ പിന്നെ ഉള്ള ഹെറിഡിറ്ററി, അതായത് ഒരു 10% സ്ത്രീകൾക്ക് നമുക്ക് ഈ ഒരു പാരമ്പര്യമായിട്ടാണ് ആ റിസ്ക് കിട്ടുന്നത്. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലവും ബ്രസ്റ്റ് ക്യാൻസർ വരാം. നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം, എക്സസൈസ് ഇല്ലായ്മ, അമിതമായി കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, പിന്നെ നമ്മളൊരു ബ്രസ്റ്റ് അവയർനെസ് ആണ് നമ്മൾ പിന്നെ പറയുന്നത്. അതായത് എല്ലാ സ്ത്രീകളും അവരവരുടെ ബ്രസ്റ്റിനെ പറ്റി അതിന്റെ ഒരു രീതിയെ പറ്റി അവയർ ആയിരിക്കണം. മാസത്തിൽ ഒരു പ്രത്യേക ദിവസം അവർ സ്വന്തം ബ്രസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കാം. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണേണ്ടതാണ്. പിന്നെ നമുക്ക് മാമോഗ്രാം ടെസ്റ്റ് ഉണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുന്തോറുമെങ്കിലും ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്തത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് സമയത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ സഹായിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തത് നമുക്കുള്ളത് ഒരു യൂട്രസിൽ വരുന്ന എൻഡോമെട്രിയൽ ക്യാൻസർ ആണ്. എൻഡോമെട്രിയൽ ക്യാൻസറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് പാരമ്പര്യമായോ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് അറിയാത്ത കാരണങ്ങൾ കൊണ്ടോ നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാറുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത് ഹോർമോൺസിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഹോർമോൺ, അതായത് ഈസ്ട്രജൻ ഹോർമോൺ അമിതമായി ഉണ്ടാകുന്നത് അമിതവണ്ണം കൊണ്ടാണ്. അപ്പം പിന്നെ നമുക്ക് നേരത്തെ പീരീഡ്സ് ആവുക, ലേറ്റ് ആയിട്ട് പീരീഡ്സ് നിൽക്കുക, PCOD പ്രശ്നം ഉണ്ടാകുക, ഇതെല്ലാം മൂലവും നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാം. പക്ഷെ അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് ആണ് എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതലായിട്ടും വരാനുള്ള റിസ്ക് ഉള്ളത്. അപ്പൊ നമുക്ക് വണ്ണം കുറയ്ക്കുന്നതോടെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും എൻഡോമെട്രിയൽ ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഇന്നിവിടെ ഞാൻ സ്ത്രീകളിൽ സാധാരണമായി വരുന്ന ക്യാൻസേഴ്സ് ആയിട്ടുള്ള സർവൈക്കൽ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസേഴ്സ് എന്തുകൊണ്ട് വരുന്നു എന്നും നമുക്ക് അതിനെ തടയാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം.